ഹായ് എവ്രി വൺ. ഇംഗ്ലോട്ട് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BEGG 172 നിന്നും വളരെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വീഡിയോ പെർട്ടിക്കുലറായിട്ട് അവസാന മൊമെൻറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മാക്സിമം ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കാണ് കോമ്പൗണ്ടിങ് ആൻഡ് കൺവേർഷൻ ഇൻ ഇംഗ്ലീഷ്. ഇവിടെ കോമ്പൗണ്ടിങ് ആൻഡ് കൺവേർഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇംഗ്ലീഷിൽ വേർഡ് ഫോർമേഷൻ അല്ലെ വ്യത്യസ്ത രൂപത്തിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ നമ്മൾ ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് വേർഡുകൾ ഫോം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ കോമ്പൗണ്ടിങ് ആൻഡ് കൺവേർഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പുതിയ വേർഡുകളെ ഫോം ചെയ്യാനുള്ള രണ്ട് പ്രോസസ്സുകളാണ് ഈ പറയുന്ന കോമ്പൗണ്ടിങ്ങും ആൻഡ് കൺവേർഷൻ. അപ്പം നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഇംഗ്ലീഷ് ക്രിയേറ്റ്സ് ന്യൂ വേർഡ്സ് ത്രൂ ഡിഫറെൻറ്റ് പ്രോസസ്സ് അല്ലെ. നമുക്കറിയാം ഇംഗ്ലീഷ് പുതിയ വേർഡുകൾ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ പുതിയ വേർഡ് ഫോം ചെയ്യുന്ന രണ്ട് പ്രോസസ്സിൻ്റെ പേരാണ് കോമ്പൗണ്ടിങ് ആൻഡ് കൺവേർഷൻ. അപ്പം ദ ടു ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ വേർഡ്സ് ആർ ഏതൊക്കെ? കോമ്പൗണ്ടിങ് ആൻഡ് കൺവേർഷൻ. ഇനി ഓരോന്നും നോക്കാം നമുക്ക്. വാട്ട് ഈസ് കോമ്പൗണ്ടിങ്? Compounding is the process of forming new words by joining two or more independent words. അപ്പം കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് പുതിയ വേർഡ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പുതിയ വേർഡിനെ ഫോം ചെയ്യുന്നത്? ബൈ ജോയിനിങ് ടു ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേർഡ്സ് അല്ലെ. രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേർഡുകളെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു പുതിയ വേർഡ് ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ് അല്ലേ. ദീസ് വേർഡ്സ് ടുഗെദർ ക്രിയേറ്റ് ന്യൂ മീനിങ് അല്ലെ. അതുപോലെ തന്നെ രണ്ട് വേർഡ് ഫോം ചെയ്യുന്ന സമയത്ത് പുതിയൊരു വേർഡ് കിട്ടുന്നു. ആ ഒരു പുതിയ വേർഡിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂ മീനിങ് ഉണ്ടായിരിക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ, ബ്ലാക്ക് ആൻഡ് ബോർഡ്. ബ്ലാക്ക് ആൻഡ് ബോർഡ് അല്ലെ. ബ്ലാക്ക് ഒരു വേർഡാണ്, ബോർഡ് മറ്റൊരു വേർഡാണ്. ഈ രണ്ട് വേർഡിനെയും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ടിങ് എന്ന ഒരു പ്രോസസ്സിലൂടെ ബ്ലാക്ക് ബോർഡ് എന്ന പുതിയൊരു വേർഡ് നമ്മൾ ഫോം ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ടൂത്ത് ഒരു വേർഡാണ്, ബ്രഷ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് വേർഡാണ്. ഈ രണ്ട് വേർഡുകളെ നമ്മൾ കമ്പൈൻ ചെയ്ത് ടൂത്ത് ബ്രഷ് എന്ന് പറയുന്ന ഒരു പുതിയ വേർഡ് നമ്മൾ ഫോം ചെയ്യുന്നു അല്ലെ. എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്ക് നിങ്ങൾ. കമ്പൈൻ ടു ഓർ മോർ ഫ്രീ വേർഡ്സ്, ക്രിയേറ്റ് ന്യൂ വേർഡ് വിത്ത് എ ന്യൂ മീനിങ് അല്ലെ. ഈ ഒരു കോമ്പൗണ്ടിങ് പ്രോസസ്സിലൂടെ നമ്മൾ പുതിയ വേർഡ്, പുതിയ മീനിങ്ങിലുള്ള പുതിയ വേർഡ് നമ്മൾ ഫോം ചെയ്യുന്നു. ദ ന്യൂ വേർഡ് ആക്ട് ആസ് എ സിംഗിൾ യൂണിറ്റ്. നോക്ക് നിങ്ങൾ, ഒരു സിംഗിൾ യൂണിറ്റ്, സിംഗിൾ മീനിങ് ഉള്ള വേർഡായിട്ട് മാറുകയാണ് അല്ലെ, ടൂത്ത് ബ്രഷ് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമുക്കറിയാം, ലാംഗ്വേജ്, സ്റ്റഡി ഓഫ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാനുള്ള രണ്ട് അപ്രോച്ചുകളാണ് ഈ പറയുന്ന ഡയക്രോണിക് ആൻഡ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നോക്കാം, വാട്ട് ഈസ് ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സ് ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നമ്മൾ സ്റ്റഡി നടത്തുന്നതിനെയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് സ്റ്റഡീസ് ലാംഗ്വേജ് സ്ട്രക്ചർ, മീനിങ് ആൻഡ് യൂസ്. അപ്പം നമുക്ക് കാണാം, ലിംഗ്വിസ്റ്റിക്സ് സാധാരണ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും മീനിങ്ങിനെ കുറിച്ചും അതിൻ്റെ യൂസേജിനെ കുറിച്ചും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റഡീസ് നടത്തുന്നത് അല്ലേ. അപ്പം ഈ ഒരു ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് രണ്ട് അപ്രോച്ചുകളാണ് യൂസ് ചെയ്യുന്നത്. ആ രണ്ട് അപ്രോച്ചുകളാണ് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സും അതുപോലെ തന്നെ സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സും. ഓരോന്നും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ത്രൂ ഹിസ്റ്ററി ആൻഡ് ടൈം. ഇറ്റ് എക്സ്പ്ലെയിൻ ഹൗ ലാംഗ്വേജ് ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. എങ്ങനെയാണ് ലാംഗ്വേജിനെ പഠിക്കുന്നത് ഈ ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സിലൂടെ? ഹിസ്റ്റോറിക്കലി അല്ലേ, ത്രൂ ഹിസ്റ്ററി ആൻഡ് ടൈം അല്ലെ. ഓരോ കാലഘട്ടങ്ങളിലൂടെ ലാംഗ്വേജിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സ്റ്റഡീസിനെയാണ്, പഠനത്തിനെയാണ് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് എക്സാമിൻ ഹൗ ലാംഗ്വേജസ് ചേഞ്ച് ആൻഡ് ഡെവലപ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം അല്ലേ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓവർ പീരീഡ് ഓഫ് ടൈം അല്ലേ. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ ലാംഗ്വേജിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ലാംഗ്വേജ് എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് സ്റ്റഡീസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ.
ചേഞ്ചസ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് ടു മോഡേൺ ഇംഗ്ലീഷ് അല്ലേ. നമുക്ക് കാണാം പഴയ ഇംഗ്ലീഷിൽ നിന്ന് മോഡേൺ ഇംഗ്ലീഷിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു അല്ലേ. ആ ഒരു പ്രത്യേക കാലയളവിൽ വന്നിട്ടുള്ള സ്റ്റഡീസാണ് അല്ലെ, ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ് അല്ലേ. ലാംഗ്വേജിനെ കുറിച്ച് നമ്മൾ ഹിസ്റ്റോറിക്കലി സ്റ്റഡി നടത്തുന്നതിന് പറയുന്ന പേരാണ് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്ക് നിങ്ങൾ. സ്റ്റഡീസ് ലാംഗ്വേജ് ചേഞ്ച് ഓവർ ടൈം അല്ലേ. ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡീസ് നടത്തുന്നുണ്ട് ലാംഗ്വേജ് ചേഞ്ച് ഓവർ ടൈം അല്ലെ. ഒരു പെർട്ടിക്കുലർ കാലയളവിൽ ലാംഗ്വേജിൽ വന്നിട്ടുള്ള സ്റ്റഡീസ്, ലാംഗ്വേജിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ, ചേഞ്ചസിനെയാണ് ഏത് ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി നടത്തുന്നത്. അതുപോലെ തന്നെ ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് ഫോക്കസസ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ഒരു ലാംഗ്വേജിൽ വന്നിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്, ഒരു കാലയളവിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെയാണ് അല്ലെങ്കിൽ ചേഞ്ചസിൻ്റെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, എക്സാമിൻ ഇവാലുവേഷൻ ഓഫ് സൗണ്ട് വേർഡ് ആൻഡ് ഗ്രാമർ അല്ലെ. അപ്പം ഒരു ഹിസ്റ്റോറിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നും മോഡേൺ ഇംഗ്ലീഷിലേക്ക് മാറുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ സൗണ്ട്സിൽ വന്നിട്ടുണ്ട്, വേർഡ്സിൽ വന്നിട്ടുണ്ട്, ഗ്രാമറിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലാംഗ്വേജിൽ വന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസിന് പറയുന്ന പേരാണ് ഡയക്രോണിക് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്. സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക് ഈസ് എ സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് ഇത് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നത്, അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം അല്ലേ, യൂഷ്വലി അറ്റ് ദി പ്രസൻറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ, അല്ലെങ്കിൽ മോഡേൺ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നമുക്കറിയാം മിഡിൽ ഏജിൽ അല്ലേ, അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ, പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിന് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ളത് എന്നുള്ള സ്റ്റഡി നടത്തുന്നതിനെയാണ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് ഫോക്കസ് ഓൺ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് അല്ലേ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ചേഞ്ചസിനെ കുറിച്ചൊന്നും ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇത് എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, നോക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സ്റ്റഡീസ് ലാംഗ്വേജ് അറ്റ് വൺ മൊമെൻറ്റ് ഇൻ ടൈം അല്ലെ. ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് ടൈമാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിനാണ് എന്ത് ചെയ്യുന്നത്, ലാംഗ്വേജിനെ സ്റ്റഡി നടത്തുന്നത്. ഫോക്കസസ് ഓൺ കറണ്ട് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് അല്ലേ. അപ്പം കറണ്ട് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, കറണ്ട് ഗ്രമാറ്റിക്കൽ റൂൾസ് റെഗുലേഷൻസ് എന്താണ്, വൊക്കാബുലറി എന്താണ്, കറണ്ട് പ്രൊനൗൺസിയേഷൻ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സ്റ്റഡീസിനെയാണ് സിങ്ക്രോണിക് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സൽ ഗ്രാമർ. നോക്കാം നമുക്ക് എന്താണ് യൂണിവേഴ്സൽ ഗ്രാമറിൻ്റെ പ്രത്യേകത. യൂണിവേഴ്സൽ ഗ്രാമർ ഇസ് തിയറി പ്രപ്പോസ്ഡ് ബൈ നോം ചോംസ്കി. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. UG എന്നതിന് ഷോർട്ടൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ ഗ്രാമർ ഇസ് എ തിയറി പ്രപ്പോസ്ഡ് ബൈ നോം ചോംസ്കി. യൂണിവേഴ്സൽ ഗ്രാമർ റെഫേഴ്സ് ടു ദി underlying system of rule and principles that are shared by all human languages and are biologically embedded in human mind. അപ്പോൾ ഈ യൂണിവേഴ്സൽ ഗ്രാമർ നോം ചോംസ്കിയുടെ തിയറി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെന്നാൽ സർട്ടൈൻ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ, ഒരു സിസ്റ്റം ഓഫ് റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ ലാംഗ്വേജിലും എന്തുണ്ടെന്നാൽ കോമൺ ആയിട്ട് ഒരു സർട്ടൈൻ റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. എല്ലാ ലാംഗ്വേജും ഷെയർ ചെയ്യുന്ന, എല്ലാ ലാംഗ്വേജും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അത് ബയോളജിക്കലി ഹ്യൂമൻ മൈൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, മലയാളം ആവട്ടെ, സാൻസ്ക്രിറ്റ് ആവട്ടെ, അറബിക് ആവട്ടെ, ഏത് ലാംഗ്വേജ് ആവട്ടെ, എല്ലാ ലാംഗ്വേജും കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ലാംഗ്വേജിൽ ചില റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്, ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എല്ലാ ലാംഗ്വേജസും എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ റൂൾസ് റെഗുലേഷൻ ഓൾറെഡി ആരുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്, ഹ്യൂമൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഈ ഒരു തിയറിയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ട്, റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. ഈ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ ലാംഗ്വേജും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അത് ഹ്യൂമൻ മൈൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എൻഗ്രേവ് ചെയ്ത് വെച്ചതാണ്, ഫിക്സ് ചെയ്ത് വെച്ചതാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി പറയുന്നത്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് എബിലിറ്റി ടു ലേൺ ലാംഗ്വേജ് ഈസ് ഇന്നേറ്റ് ഇൻബോൺ ഇൻ ഹ്യൂമൻ ബീയിങ്. അപ്പം നോം ചോംസ്കി പറയുന്നത് ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളത്, ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു സ്കില്ല്
ഇന്നേറ്റ് ആയിട്ട് ഇൻബോൺ ആയിട്ട് നമ്മളുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും പുറത്തുനിന്ന് ഇമിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലാംഗ്വേജ് പഠിക്കാനുള്ള എബിലിറ്റി ഇൻബോൺ ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് അല്ലേ. മറ്റതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അക്കോർഡിംഗ് ടു ദിസ് തിയറി ഓൾ ഹ്യൂമൻസ് ആർ ബോൺ വിത്ത് സെറ്റ് ഓഫ് ബേസിക് ഗ്രമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് കോമൺ ടു ഓൾ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ ഹ്യൂമൻ ബീയിങ്ങും ജനിക്കുന്നത് തന്നെ എന്ത് ഒരു ഗ്രമാറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത്. ഈ റൂൾസ് റെഗുലേഷൻസ് ഗ്രമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് എല്ലാ ലാംഗ്വേജസിനും എന്താണ്, ഈക്വൽ ആണെന്നാണ് പറയുന്നത്, ഒരുപോലെയാണ് അല്ലേ. അക്കോർഡിംഗ് ടു നോം ചോംസ്കി ചിൽഡ്രൻസ് ആർ ബോൺ വിത്ത് എ നാച്ചുറൽ കപ്പാസിറ്റി ഫോർ ലാംഗ്വേജ് ലേണിംഗ്. അപ്പം കുട്ടികൾ ജനിക്കുന്ന സമയത്ത് തന്നെ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി എബിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനിക്കുന്നത് തന്നെ. നോം ചോംസ്കി ചാലഞ്ചസ് ദ ബിഹേവിയറിസ്റ്റ് വ്യൂ ദാറ്റ് ലാംഗ്വേജ് ഈസ് ലേൺ ബൈ ഓൺലി ത്രൂ ദ ഇമിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം നോം ചോംസ്കി ബിഹേവിയറിസ്റ്റ് തിയറി പറയുന്നത് ലാംഗ്വേജ് പഠിക്കുന്നത് ഇമിറ്റേഷനിലൂടെയാണ്. എൽഡർ മെമ്പേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നതെന്നാണ് ആര് പറയുന്നത്, ബിഹേവിയറിസ്റ്റ് തിയറി ഓഫ് ലേണിംഗ് പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ആ ഒരു ബിഹേവിയറിസ്റ്റ് തിയറിയെ എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ച് ചെയ്യാണ്. അദ്ദേഹം പറയുന്ന ഇമിറ്റേഷനിലൂടെയല്ല, ചിൽഡ്രൻ്റെ ഉള്ളിലൊക്കെ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റ് ആയിട്ട് എന്തുണ്ട്, ലാംഗ്വേജ് പഠിക്കാനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് നോക്കാം നമുക്ക്, മൾട്ടി ലിംഗ്വലിസം. Multilingualism is the ability of an individual or a community to use more than one language. അപ്പം ശ്രദ്ധിക്കുക, മൾട്ടി ലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ ഒരു എബിലിറ്റിയാണ്, ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുന്ന, ഒരു ഗ്രൂപ്പിന് ഉണ്ടാവുന്ന ഒരു എബിലിറ്റിയാണ്. എബിലിറ്റിയുടെ പ്രത്യേകത എന്താ, ഏബിൾ ടു യൂസ് മോർ ദാൻ വൺ ലാംഗ്വേജ്. ആ ഒരു ഗ്രൂപ്പ് ആവട്ടെ ഇൻഡിവിജ്വൽ ആവട്ടെ ഒന്നിൽ കൂടുതൽ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള സ്കില്ലിനെ എബിലിറ്റിയാണ് നമ്മൾ മൾട്ടി ലിംഗ്വലിസം എന്ന് പറയുന്നത്. മൾട്ടി ലിംഗ്വൽ പേഴ്സൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ഇൻ 2 or more ലാംഗ്വേജസ് അല്ലേ. അപ്പോൾ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ഹി വിൽ ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ബൈ യൂസിങ് 2 or more ലാംഗ്വേജസ്. ഇറ്റ് ഈസ് എ കോമൺ ഫിനോമിന ഇൻ മെനി കൺട്രീസ് എസ്പെഷ്യലി ഇൻ ഇന്ത്യ അല്ലേ. നമുക്ക് കാണാം മെനി രാജ്യങ്ങളിലും ഇത്തരത്തിൽ മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള ആളുകളെയും കമ്മ്യൂണിറ്റിയൊക്കെ കാണാൻ സാധിക്കും, എസ്പെഷ്യലി ഇൻ ഇന്ത്യ അല്ലേ. എക്സാമ്പിൾ, എ പേഴ്സൺ ഹു സ്പീക്സ് മലയാളം, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇസ് മൾട്ടി ലിംഗ്വൽ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, ഇൻഫ്ലക്ഷണൽ അഫിക്സസ്. ഓക്കെ, അപ്പം എന്താണ് ഇൻഫ്ലക്ഷണൽ അഫിക്സസ് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വേർഡ് ഫോം ചെയ്യാനുള്ള 2 പ്രോസസ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. വേർഡ് ഫോം ചെയ്യാനുള്ള, ഇംഗ്ലീഷിൽ വേർഡ് ഫോം ചെയ്യാനുള്ള മറ്റു 2 പ്രോസസ്സുകളാണ് അല്ലെങ്കിൽ രീതിയാണ്, മെത്തേഡാണ് ഇൻഫ്ലക്ഷണൽ അഫിക്സസും അതുപോലെ തന്നെ ഡെറിവേഷണൽ അഫിക്സസും. അപ്പം നോക്കാം എന്താണ് ഇൻഫ്ലക്ഷണൽ അഫിക്സസ് അല്ലേ. അപ്പം വേർഡ് ഫോർമേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രോസസ്സാണ് ഇത് അഫിക്സ് ചെയ്യുക എന്നുള്ളത് അല്ലേ, ഫിക്സ് ചെയ്യുക എന്നുള്ളത്. നോക്കാം എന്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു അഫിക്സസ്. അതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, എന്താണ് അഫിക്സസ് എന്നും ചോദിക്കാറുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഫിക്സസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം നോക്കാം, അഫിക്സസ് ആർ ലെറ്റേഴ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആഡഡ് ടു എ വേർഡ്. ദേ മോഡിഫൈ ഫോം ഓർ മീനിങ് ഓഫ് എ വേർഡ്. അപ്പം അഫിക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന, വേർഡിനോട് കൂടി നമ്മൾ ലെറ്റേഴ്സോ അല്ലെ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സോ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് അഫിക്സസ്. അപ്പം അഫിക്സസ് എന്ന് പറഞ്ഞാൽ എന്താ, അഫിക്സസ് ആർ ദ ലെറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ആണ്. ഇത് നമ്മൾ എന്തിനോടാണ് നമ്മൾ ആഡ് ചെയ്യാറുള്ളത്, വേർഡിനോട് ആഡ് ചെയ്യുന്ന ലെറ്റേഴ്സും ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനും ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫിക്സസ് എന്ന് പറയുന്നത്. അഫിക്സ് അല്ലേ. ദേ മോഡിഫൈ, അത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ദേ മോഡിഫൈ ദ ഫോം ഓർ മീനിങ് ഓഫ് എ വേർഡ്. അപ്പം നമ്മളൊരു വേർഡിനോടാണ് എന്ത് ചെയ്യുന്നത്, അഫിക്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അത് മോഡിഫൈ ഫോം ഓർ മീനിങ് ഓഫ് എ വേർഡ്, വേർഡിൻ്റെ മീനിങ്ങിലും അതുപോലെ തന്നെ ആ ഒരു വേർഡിൻ്റെ ഫോമിലൊക്കെ വ്യത്യാസപ്പെടും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇവിടെ കാറ്റ് എന്ന് പറയുന്നത് നോക്ക് നിങ്ങൾ, കാറ്റ് എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ബേസ് വേർഡാണ്. ഇതിനോടൊപ്പം നമ്മൾ എന്താണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്, എന്താണ്, എസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. കാറ്റിനോടൊപ്പം എസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, കാറ്റ്സ് അല്ലേ. എന്തായിട്ട് മാറും, പൂച്ചൻ്റെ പ്ലൂറൽ ഫോമായിട്ട് മാറുന്നുണ്ട്, പ്ലൂറൽ ഫോമിലേക്ക് മാറുന്നുണ്ട്, ഫോമിൽ വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലേ. ഇങ്ങനെ നമ്മൾ വേർഡിനോടൊപ്പം ആഡ് ചെയ്യുന്ന ലെറ്റേഴ്സിനെയോ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, അഫിക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കാം, അഫിക്സസ് ആർ 2 മെയിൻ ടൈപ്സ്, ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആൻഡ് ഡെറിവേഷണൽ അഫിക്സസ്. അപ്പം അഫിക്സ് 2 രൂപത്തിലാണ്, ഇൻഫ്ലക്ഷണൽ അഫിക്സസും ഉണ്ട്, ഡെറിവേഷണൽ അഫിക്സസും ഉണ്ട്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഇൻഫ്ലക്ഷണൽ അഫിക്സ്, എന്താ നോക്കാം. ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആർ ആഡഡ് ടു എ വേർഡ് ടു ഷോ ഗ്രമാറ്റിക്കൽ ഇൻഫോർമേഷൻ സച്ച് ആസ് ടെൻസ്, നമ്പർ, പൊസഷൻ, കമ്പാരിസൺ ആൻഡ് അഗ്രിമെൻറ്റ്. അപ്പം ഇൻഫ്ലക്ഷണൽ അഫിക്സസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ലെറ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സോ ആണ്. നമ്മൾ എന്തിനോട് അത് ആഡ് ചെയ്യുന്നത്? വേർഡിനോടാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ മനസ്സിലാവും. അല്ലെ, ഒരു വേർഡിനോട് നമ്മൾ ഇൻഫ്ലക്ഷണൽ അഫിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഇൻഫോർമേഷൻ, ഗ്രാമാറ്റിക്കൽ ഫങ്ഷൻ നമുക്ക് മനസ്സിലാവും. അല്ലെ, ഇപ്പം ഫോർ എക്സാമ്പിൾ കാറ്റ് എന്ന് പറയുന്ന വേർഡിനോട് നമ്മൾ ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആയിട്ടുള്ള എസ് ആഡ് ചെയ്യാണ്. എസ് ആഡ് ചെയ്യുന്ന സമയം നമുക്ക് മനസ്സിലാവും കാറ്റ്സ് എന്ന് പറയുമ്പം പ്ലൂരൽ ഫോമാണ് നമുക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ മീൻസ് പ്ലൂരൽ ആണ്. അല്ലേ, അതുപോലെ തന്നെ നോക്ക് നിങ്ങൾ വോക്കിൻ്റെ കൂടെ ഏതാണ് ഇൻഫ്ലക്ഷണൽ അഫിക്സ് ആഡ് ചെയ്യുന്നത്? ഇ ആണ് ഇൻഫ്ലക്ഷണൽ അഫിക്സ്. അല്ലേ, അപ്പം വോക്കിൻ്റെ കൂടെ നമ്മൾ വോക്ക്ഡ് എന്ന് പറയുന്ന സമയത്ത് എന്തായിട്ട് മാറും? പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറും. അല്ലേ, അപ്പം ഈ ഒരു ഇൻഫ്ലക്ഷണൽ അഫിക്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ വേർഡിൻ്റെ ഗ്രാമറ്റിക്കൽ ഫങ്ഷൻ നമുക്ക് മനസ്സിലാവും. ഇവിടെ വോക്ക് എന്ന് പറയുന്ന വേർഡിനോടൊപ്പം നമ്മൾ ഇൻഫ്ലക്ഷണൽ അഫിക്സസ് ആയിട്ടുള്ള ഇ ആഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ആ വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാക്കും. അല്ലേ, പിന്നെ ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്താ? ദേ ഡു നോട്ട് ചേഞ്ച് ദ ബേസിക് മീനിങ് ഓർ വേർഡ് ക്ലാസ് ഓഫ് ദി വേർഡ്. അല്ലേ, അതുപോലെ തന്നെ നമുക്ക് കാണാം ഒരിക്കലും ഈ ഇൻഫ്ലക്ഷണൽ അഫിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഗ്രാമാറ്റിക്കൽ കാറ്റഗറി മാറില്ല. എന്ന് പറഞ്ഞാൽ വേർബ് ഒരിക്കലും അഡ്ജക്റ്റീവ്സ് ഒരിക്കലും നൗണോ ആയിട്ടൊന്നും മാറില്ല. അല്ലേ, അപ്പം ദേ ഡു നോട്ട് ചേഞ്ച് ദ ബേസിക് മീനിങ് അല്ലെങ്കിൽ വേർഡ് ക്ലാസ് ഓഫ് ദി വേർഡ്. അല്ലെ, വേർഡിൻ്റെ ക്ലാസ്സുകളൊന്നും ഒരിക്കലും തന്നെ നൗണ് വേർബ് ആവോ, വേർബ് അഡ്ജക്റ്റീവ് ആവുന്നോ, അഡ്ജക്റ്റീവ് നൗണായിട്ടൊന്നും എന്ത് ചെയ്യില്ല, ക്ലാസ്സിലൊന്നും വ്യത്യാസപ്പെടില്ല. ഒരു ഗ്രാമാറ്റിക്കൽ ഫംഗ്ഷനിൽ മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. ഇവിടെ ബോയ് എന്നുള്ളത് ബോയ്സ് ആയി മാറി. വോക്ക് എന്ന് പറയുന്ന പ്രസൻറ്റ് ടെൻസ് ഇ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറി? പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറി എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വേർഡിൽ ക്ലാസ്സിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, വ്യത്യാസപ്പെടുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഡു നോട്ട് ക്രിയേറ്റ് എ ന്യൂ വേർഡ്. ഒരിക്കലും എന്ത് ചെയ്യാറില്ല, പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്യാറില്ല. ഡു നോട്ട് ചേഞ്ച് ദ പാർട്സ് ഓഫ് സ്പീച്ച്. ഒരിക്കലും തന്നെ വേർഡിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്ത് ചെയ്യാറില്ല, വ്യത്യാസപ്പെടുത്താറില്ല. എന്ന് പറഞ്ഞാൽ നൗണ് അഡ്ജക്റ്റീവ് ആവോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് നൗണോ അഡ്ജക്റ്റീവ് വെർബ് ആയിട്ടൊന്നും മാറില്ല. അതാണ് ഡു നോട്ട് ചേഞ്ച് പാർട്സ് ഓഫ് സ്പീച്ച്. ഷോ ദ ഗ്രാമാറ്റിക്കൽ റിലേഷൻഷിപ്പ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഗ്രാമാറ്റിക്കൽ റിലേഷൻഷിപ്പ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ വ്യത്യാസപ്പെടുന്നത്. വോക്ക് എന്തായിട്ട് മാറുന്നു? വോക്ക്ഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡെറിവേഷണൽ അഫിക്സസ്. ഇൻഫ്ലക്ഷണൽ ആണ് നോക്കിയത്. ഇനി ഡെറിവേഷണൽ അഫിക്സസ് ആർ ആഡഡ് ടു എ വേർഡ് ടു ക്രിയേറ്റ് എ ന്യൂ വേർഡ് വിത്ത് ന്യൂ മീനിങ്. അപ്പോൾ ഡെറിവേഷണൽ അഫിക്സസിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെറ്ററോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സും ആവാം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെറിവേഷണൽ അഫിക്സസ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് എ ന്യൂ വേർഡ് വിത്ത് എ ന്യൂ മീനിങ്. അല്ലേ, ഒരു പുതിയ വേർഡ് ഫോം ചെയ്യും, ആ ഒരു വേർഡിന് സെപ്പറേറ്റ് മീനിങ് ഉണ്ടായിരിക്കും. ഇൻഫ്ലക്ഷണൽ അഫിക്സ് നമ്മൾ ആഡ് ചെയ്ത സമയത്ത് ഒരിക്കലും പുതിയ വേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഗ്രാമറിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റിലേഷൻസിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്. എന്നാൽ ഡെറിവേഷണൽ അഫിക്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതോടുകൂടി പുതിയ വേർഡ് ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ ആ വേർഡിന് പുതിയ മീനിങ് ഉണ്ടായിരിക്കും. അല്ലേ, നേരത്തെ ബോയ് എന്നുള്ളത് ബോയ്സ് ആയിട്ട് മാത്രമാണ് മാറിയിട്ടുള്ളത്, അല്ലാതെ എന്തില്ല, വേർഡിൻ്റെ മീനിങ്ങിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, എന്നാൽ ദേ ഓഫൺ ചേഞ്ച് ദ വേർഡ് ക്ലാസ്. വേർഡ് ക്ലാസ്സിൽ വ്യത്യാസപ്പെടും. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അഡ്ജക്റ്റീവ് എന്തായിട്ട് മാറും? നൗൺ ആയിട്ട് മാറും. അല്ലേ, അപ്പം വേർബ് എന്തായിട്ട് മാറും? നൗൺ ആയിട്ട് മാറും. ഇങ്ങനെ പാർട്സ് ഓഫ് സ്പീച്ചിലും വ്യത്യാസപ്പെടും. ഫോർ എക്സാമ്പിൾ ഹാപ്പി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ഹാപ്പിനെസ് എന്ന്. അല്ലേ, ഇവിടെ ഏതാണോ ഈ ഡെറിവേഷണൽ അഫിക്സ് ഏതാ? ഹാപ്പിനെസ്, NESS. അല്ലേ, ഇതാണ് എന്ത് ഡെറിവേഷണൽ അഫിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചറിൽ ആണ് എന്ത് ഡെറിവേഷണൽ അഫിക്സ്. അല്ലേ, ഇത് ഡെറിവേഷണൽ അഫിക്സ് ആഡ് ചെയ്യുന്ന സമയം നോക്ക്, ടീച്ച് വേർബാണ്. അല്ലേ, ടീച്ച് വേർബായിട്ടുള്ള ടീച്ചിൻ്റെ കൂടെ എന്ന് പറയുന്ന ഡെറിവേഷണൽ അഫിക്സ് ആഡ് ചെയ്ത സമയത്ത് എന്തായിട്ട് മാറി? ടീച്ചറായിട്ട് മാറി. അല്ലേ, ടീച്ചർ വേർഡാണ്, ടീച്ചർ മറ്റൊരു വേർഡാണ്, പുതിയ വേർഡ് ഫോം ചെയ്തു. അല്ലേ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പാർട്സ് ഓഫ് സ്പീച്ചിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. ടീച്ചർ എന്ന് പറയുന്നത് വേർബാണ്, അത് ആഡ് ചെയ്യുന്ന സമയത്ത് അത് നൗണായി മാറിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡെറിവേഷണൽ അഫിക്സിൻ്റെ പ്രത്യേകത? ക്രിയേറ്റ് ന്യൂ വൊക്കാബുലറി ഐറ്റംസ്. പുതിയ വൊക്കാബുലറി ഐറ്റം ഫോം ചെയ്യുന്നു, പുതിയ വേർഡ് ഫോം ചെയ്യുന്നുണ്ട്. ഓഫൺ ചേഞ്ച് ദ മീനിങ് ഓഫ് ബേസ് വേർഡിൻ്റെ മീനിങ്ങിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. ടീച്ച് എന്തായിട്ട് മാറിയിട്ടുണ്ട്? ടീച്ചറായി മാറിയിട്ടുണ്ട്. അല്ലേ, മേ ചേഞ്ച് ഗ്രാമാറ്റിക്കൽ കാറ്റഗറി. ചിലപ്പം ഗ്രാമാറ്റിക്കൽ കാറ്റഗറിയിലും വ്യത്യാസം പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുകൾ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി പുതിയ ടോപ്പിക്കുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.